എൻ്റെ പേര് ഷെറിൽ. എൻ്റെ ചോദ്യം ഇതാണ്, കമ്പനീസൊക്കെ കേരള വിട്ട് പോകുന്നത് എന്തുകൊണ്ട്? ബാക്കി സ്റ്റേറ്റ്സൊക്കെ കമ്പനീസ് ഇൻവെസ്റ്റേഴ്സിന് ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും കേരള വിട്ട് പോകുന്നത് എന്തുകൊണ്ട്? അത് കേരള യൂണിയൻ്റെ അൺനെസസറി ഇൻ്റർഫിയറൻസ് കൊണ്ടാണോ? എക്സാമ്പിളായിട്ട് കിറ്റെക്സിന് എടുക്കാം. കിറ്റെക്സ് ഒരു നല്ല ഉദാഹരണമാണോ? കിറ്റെക്സ് നല്ല ഉദാഹരണമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ ആപ്പിൾ, കർണാടകത്തിൽ ഇതുപോലെ നിരവധി വിദേശ കമ്പനികൾ വരുന്നു, 10,000-കണക്കിന് തൊഴിലുകൾ കൊടുക്കുന്നു. ഇവർക്ക് ആർക്കും കേരളം വേണ്ട. അത് വളരെ ഗൗരവമായിട്ട് വിലയിരുത്തി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിന് തൊട്ട് മുമ്പ് ചോദിച്ച ചോദ്യത്തിനും കൂടെ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം നേതാക്കന്മാരെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. നേതാക്കന്മാരുടെ മക്കളും ഭാര്യ അവരെല്ലാം വിദേശത്താണ്. നേതാക്കന്മാർക്ക് അസുഖം വന്നാൽ ഉടനെ വിദേശത്താണ് പോകുന്നത്. അപ്പോൾ നേതൃത്വം മാതൃക കാണിച്ചു കൊടുക്കുന്നത് തന്നെ വിദേശമാണ് നല്ലത് എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും കേരളത്തിൽ വരുന്ന സമയത്ത് അതിന് എതിരായിട്ട് ഉള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. മുൻ അമേരിക്കൻ അംബാസഡറായ TP ശ്രീനിവാസനെ അടിച്ചു വീഴിച്ചിട്ട് 16 കൊല്ലം കഴിഞ്ഞപ്പോൾ പറയുക വിദേശ സർവകലാശാല നല്ലതാ, സ്വകാര്യ സർവകലാശാല നല്ലതാ, മന്ത്രിസഭ കൂടി അനുവാദം കൊടുക്കുക. ഇവിടുത്തെ നിയമനം നോക്കൂ. ഇന്നിപ്പോൾ ബജറ്റ് പ്രസംഗത്തിൽ നമ്മുടെ ധനമന്ത്രി പറഞ്ഞു 8,393 പേർക്ക് സ്ഥിര നിയമനം കൊടുത്തു, 39,793 പേർക്ക് താൽക്കാലിക നിയമനം കൊടുത്തു. ഈ താൽക്കാലിക നിയമനം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ പുതിയ തലമുറ ഇതെല്ലാം കണ്ടിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ചാണ് തീരുമാനം എടുക്കുന്നത്. പിന്നെ വിദേശത്ത് പോകുമ്പോൾ സാമ്പത്തിക ഭദ്രത, ജീവിത നിലവാരം, പുതിയ തലമുറയെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാനുള്ള നല്ല അന്തരീക്ഷം, മറ്റെല്ലാം അവിടെയുണ്ട്. എന്നാൽ ഇതൊക്കെ ഇവിടെ എന്തുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല? സ്വന്തം മക്കൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇതെല്ലാം വിദേശത്ത് പോയി അവയിൽ ചെയ്യുന്ന നേതാക്കന്മാർ ഭരിക്കുന്ന നാട്ടിൽ ഇതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് കുട്ടികൾ വിദേശത്ത് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. സാർ ചൂണ്ടിപ്പാണിച്ചത് വലിയൊരു കാര്യമാണ്. വിദേശത്ത് പോകുന്ന മുഴുവൻ ഒരു 80% കുട്ടികളും അവിടുത്തെ പാരലൽ കോളേജിലേക്കാണ് പോകുന്നത്. പാരലൽ കോളേജിന് അവിടെ വിളിക്കുന്ന പേര് യൂണിവേഴ്സിറ്റി എന്നാണ് അവിടെ. അപ്പോൾ അങ്ങനെ ചതിക്കുഴികളിലേക്കെങ്കിലും പോകാതിരിക്കാനുള്ളൊരു മാർഗ്ഗനിർദ്ദേശം പോലും നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് വിദേശത്ത് പോയി ചതിക്കുഴി പെടാതിരിക്കാൻ എന്ത് വേണം, ആ വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുക്കാൻ എന്ത് വേണം, പിന്നെ സ്വന്തം ജീവിതം കൊണ്ട് എങ്ങനെ മാതൃക കാണിക്കണം. ഇതൊക്കെ തന്നെ കേരളം മാറ്റി ചിന്തിക്കേണ്ട, മാറ്റം വരുത്തേണ്ട കാര്യങ്ങളാണ്. ഇന്നലെ എതിർത്തതിനെ ഇന്ന് അംഗീകരിക്കുന്നു. 16 വർഷം മുമ്പ് TP ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയവർ തന്നെ ഇന്ന് അതേ കാര്യം നടപ്പാക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഉദാഹരണമുണ്ട്, ഞാൻ കൂടുതലായി പോകുന്നില്ല. ശരി, പ്രൊഫസർ ശ്രീജേഷൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ഉണ്ടാവും. പ്രധാനമായിട്ടും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. അതൊരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. നമ്മൾ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും കുട്ടികളെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോറിൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡിഗ്രി വളരെ സുപ്പീരിയർ ഡിഗ്രി ആണെന്നൊരു വെപ്പുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ തന്നെ നമുക്ക് എത്രയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷേ അതേ സമയത്ത് ഇവിടുന്ന് കുട്ടികൾ ഒരു എക്സാമും ഇല്ലാതെ അവിടെ പോയി അറ്റൻഡ് ചെയ്തു, ഈസി ആയിട്ട് അഡ്മിഷൻ മേടിച്ചു. പക്ഷേ അവരവിടുന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വന്ന് വീണ്ടും ഇവിടെ ജോലി നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു പല ആൾക്കാരും. ഇപ്പം തന്നെ പ്രൊഫസർ സന്തോഷ് കുമാറിൻ്റെ മോൻ എനിക്ക് പേഴ്സണലി അറിയാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, ഇപ്പം വിദേശ ജോലി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ട് വിദേശത്തേക്ക് തിരിച്ച് ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചായി ഇവിടെ അല്ലേ പഠിച്ചത്? കറക്റ്റ്. IIT ഖരഗ്പൂർ. എവിടെയാണത്? ഖരഗ്പൂർ അല്ലേ? ഖരഗ്പൂർ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിലെ ലീഡിങ് കമ്പനീസ് എല്ലാം ലീഡ് ചെയ്യുന്നത് ഇന്ത്യൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ചെന്നിട്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഉള്ള കുറേ ആൾക്കാർ ഇപ്പോൾ ലീഡിങ് കമ്പനീസ് നോക്കൂ, അവർ ടോപ്പ് 10 കമ്പനീസ് നോക്കൂ, അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഇന്ത്യൻ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട്. സോറി ടു ഇൻ്റർഫിയർ, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്കോസിസ്റ്റത്തിൽ, അതായത് ഒരു എഡ്യൂക്കേഷണൽ എക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കേരളത്തിൽ നമ്മൾ ഓൾ ഇന്ത്യ സെനാറിയോയേക്കാൾ ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലേക്ക് നമുക്കത് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ നിലവിൽ കൂടുതൽ കുട്ടികളും ഒരു 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് അവർ പുറത്തു പോകുന്നതിനെക്കുറിച്ചാണ് പിയർ ഗ്രൂപ്പിൽ ചർച്ചകൾ നടക്കുന്നത്. അവർക്ക് കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല. നമ്മൾ ഓൾ ഇന്ത്യ എന്നതിനപ്പുറം കേരളത്തിൽ നിൽക്കാൻ അവർ എന്തുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല എന്നതുകൂടി നമ്മളൊരു പഠന വിഷയമാക്കേണ്ടതല്ലേ? അതെ, ഇപ്പം ഞാൻ IIM നിന്നാണ് വരുന്നത്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5% 6% സ്റ്റുഡൻസ് മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പേരൻസ് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്തങ്ങ് പോവുകയാണ്. മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു MBA ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ വളരെ ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. 21 IIMs ഉണ്ട്. അതേ തരത്തിൽ 21 22 IITs ഉണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇവരാരും തന്നെ കേരളത്തിൽ നിന്ന് ആൾക്കാർ ആരും തന്നെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് ഒരു മൈൻഡ് സെറ്റാണ്, കുട്ടികളുടെയും പേരൻസിൻ്റെയും മൈൻഡ് സെറ്റാണ്.
അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെയുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് കൂടി ഈ ബജറ്റിൽ ഒരു വിഭാവനം വേണ്ടതായിരുന്നില്ലേ? കാരണം കുട്ടികളുടെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ അല്ല, ഇതിനകത്ത് ഈ പെർസെപ്ഷൻ വളരെ അതെ, ആ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എവിടെയോ ഫെയിലിയർ ആവും. പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഇവർക്കുള്ള എക്സ്പോഷർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ എക്സ്പോഷർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള വിഭവങ്ങൾ ഇപ്പം ഈ എക്യുപ്മെൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഏതിനെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു അവ്യക്തത ഈ പറഞ്ഞ കുട്ടികളിലുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ, ശ്രീജേഷ് സാറ് പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും നമ്മുടെ നാഷണൽ അല്ലെങ്കിൽ ലോക്കൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ചെറുപ്പകാലം മുതൽ ഇത് തിരിച്ചറിയാനാവാത്ത അവസ്ഥ മുതൽ തന്നെ ഇങ്ങനെ ഒരു പെർസെപ്ഷൻ മൈൻഡിൽ വെച്ച് പോകുന്ന ആൾക്കാർക്ക് ഇവിടെയുള്ള വിഭവങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഇന്നത്തെ ബഡ്ജറ്റിലൂടെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലുണ്ടായ ബഡ്ജറ്റിലൂടെയും എന്തൊക്കെ ഇവിടെ ഏതൊക്കെ തരത്തിൽ ഇതൊക്കെ ഈ മൈഗ്രേഷൻ കുറയ്ക്കാൻ ശ്രമിച്ചാലും നടക്കാം, ഈ പറയുന്ന ഈ പെർസെപ്ഷൻ മാറിക്കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇനി ബഡ്ജറ്റിൽ ഈ പെർസെപ്ഷൻ മാറിക്കിട്ടാൻ വേണ്ടി പ്രത്യേക അലോക്കേഷൻ തന്നെ നടത്തേണ്ട രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥ. അതാണ് സാർ ഞാൻ പറഞ്ഞു വന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനായാലും കുട്ടികൾക്കിടയിൽ, അതായത് ഒരു ബഡിങ് ജനറേഷനെ ആ രീതിയിൽ തന്നെ അവർക്ക് അപ്പോൾ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മകൾ ഇപ്പോൾ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ ഇപ്പോഴേ പറയുന്നത് എനിക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യണമെന്നാണ്, ഇന്ത്യയിൽ ജോലി ചെയ്യണമെന്നാണ്. ജർമ്മനിയെ കുറിച്ച് വല്ലതും അറിഞ്ഞിട്ടാണോ കുട്ടി അത് പറയുന്നത് എന്നുള്ളതാണ്. ഞാനതാണ് പേഴ്സണൽ എക്സാമ്പിൾ തന്നെ സൈറ്റ് ചെയ്തത്. മാത്രമല്ല പിയർ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകളാണ്. അപ്പോൾ അവർ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജർമ്മനിയിലാണ്, ഇന്ത്യയിലല്ല. അപ്പോൾ കേരളത്തിൽ അവർക്ക് ഒരു സ്റ്റഡീസ് അപ് ടു +2 വരെ മതി എന്നുള്ളതാണ് അവരുടെ ഒരു പിയർ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച. അപ്പോൾ നമ്മുടെ ഓൺ സറൗണ്ടിങ്സിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇത്തരം ചർച്ചകളാണ്. ഈ ഒരു ബഡിങ് ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ അവരാണല്ലോ. അതിന് മറുപടി പറയട്ടെ. ഈ കേരളത്തിൽ നിന്ന് പഠനത്തിനോ ജോലിക്കോ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തുടങ്ങിയതല്ല. നവോത്ഥാന നേട്ടങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ അന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോയത്, ഇപ്പോഴാണ് യൂറോപ്യൻ കൺട്രീസ് പോയത്. ഇത് നേരത്തെ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ പ്രചരണം എന്താ, കേരളത്തിൽ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ. ആദ്യം ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞല്ലോ, ഈ നമ്മുടെ രാജ്യത്ത് വിദേശത്തേക്ക് കുട്ടികൾ പോകുന്ന എണ്ണം സംസ്ഥാന ബേസിലെടുത്ത് നോക്കിയാൽ 10ാം സ്ഥാനമാണ് കേരളം. നമ്മളെക്കാൾ കൂടുതൽ കുട്ടികൾ പോകുന്ന 9 സ്റ്റേറ്റ് ഉണ്ട്. പക്ഷെ പ്രചരണം എന്താ, കേരളത്തിൽ നിന്ന് മുഴുവൻ മൈഗ്രേറ്റ് ചെയ്ത് പോവാണ്. ഇപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചല്ലോ, കിറ്റെക്സ് പോയി, പോയ സാഹചര്യം അതെന്നാ പോയത് 3 വർഷം മുമ്പാണ്. ആ 3 വർഷം മുമ്പ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 28ാം സ്ഥാനത്താണ്. അതായത് 28 സംസ്ഥാനമുള്ളതിൽ പുറകിൽ നിന്ന് ഒന്നാമതാണ് നമ്മൾ. കഴിഞ്ഞ വർഷം നമ്മൾ 15ാമതായി, ഈ വർഷം നമ്മൾ 1ാമതായി. അതിനുശേഷം ഏതെങ്കിലും കമ്പനി പോയിട്ടുണ്ടോ ഇവിടുന്ന്? ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ തന്നെ കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ കാത്തു നിൽക്കുക, TCC അടക്കം. വ്യവസായ മന്ത്രിയുടെ ഇടയ്ക്കുള്ള പോസ്റ്റിംഗ്, വൻകിട സംരംഭകരെല്ലാം കേരളത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അത് മനസ്സിലാക്കേണ്ടതാണ് കുട്ടികൾ. കാരണം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അതിന് ആദ്യം ഞാൻ സൂചിപ്പിച്ചു, സാമ്പത്തിക സാഹചര്യം, സാമൂഹിക സാഹചര്യം ഉണ്ട്. പണ്ട് ഇവിടെ ഒന്നും വരില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ വർഷം ഏറ്റവും കൂടുതൽ സമരമുണ്ടായ സ്റ്റേറ്റ് ഏതാണെന്നറിയോ? തമിഴ്നാടാ. സമരം മോശമെന്നല്ല, സമരം ഉണ്ടാവും, തൊഴിലാളി ഉണ്ടോ, യൂണിയൻ ഉണ്ടോ, സമരം ഉണ്ടാവും, ആവശ്യങ്ങൾ മേടിക്കും. പക്ഷെ കേരളം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ആ രംഗത്ത് നമ്മൾ ഏറ്റവും കോടിയിലായിട്ട് മാറിയിട്ടുണ്ട്. അതിനെ ആരും അഡ്വർടൈസ് ചെയ്യുന്നില്ല. അതെ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം നമ്മളൊരു അവയർനെസ് എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്നതിലാണ് ലാക്ക് ചെയ്യുന്നത്. വിവരമില്ലായ്മ എന്നൊരു കാര്യം കൂടിയുണ്ട്. എല്ലാവരുടെയും വിചാരം അക്കരെ പച്ച, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈഫ് വളരെ വളരെ സുഖകരമാണ് എന്നൊരു ധാരണയാണ്. പേടിയാവും. അവിടുത്തെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഫെസിലിറ്റീസ് കേട്ടാൽ പേടിയാവും. നമുക്കൊരു പനി വന്ന ഡോക്ടറെ കാണണമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ മാറി 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. പേഴ്സണൽ അനുഭവമാണ്. എൻ്റെ നെവ്യൂ സ്കോട്ട്ലൻഡിലാണ്. അവനൊരു കളിച്ച് ഷോൾഡർ ഡിസ്ലൊക്കേഷനായിട്ട് പറയാൻ എൻ്റെ ബ്രദർ ഡോക്ടറായിട്ടും കൺസൾട്ടൻ്റായിട്ടും 6 മാസം കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് കാണാൻ ഒരിതിന്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറിനാണ് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ ഹോസ്പിറ്റൽ അടിച്ചു പൊളിക്കണ കേസ്. നമുക്ക് ഇവിടെ എത്ര നല്ല ഫെസിലിറ്റീസ് ആണ്. നമ്മുടെ കേരളയിലെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂരിഭാഗം പേരെയും വിശ്വസിക്കാം. അവർക്ക് വിവരമുണ്ട്, കഴിവുണ്ട്. ഇത് മനസ്സിലാക്കുന്നില്ല. ഇവരെ വിചാരം അവിടെ പോയ എല്ലാം ഇത് അറിയുന്നില്ല കുട്ടികൾ. പ്രധാനപ്പെട്ട പങ്കുണ്ടല്ലോ. ഒരു പോയിന്റും കൂടെ, ഇത് പലരും വിചാരിക്കുന്നത് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ ഹെവി സാലറിയാണ് പേ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ട്. നമ്മൾ നോക്കുമ്പോൾ പർച്ചേസിങ് പവർ പാരിറ്റിയിൽ നോക്കുമ്പോൾ ഒരു അധ്യാപന നിലയ്ക്ക് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു $2.5 യൂറോസ് കൊടുക്കണം ഈ ഒരു വാട്ടർ ബോട്ടിലിന്.
അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വാട്ടറിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. 2.5 euros. അപ്പോൾ നമ്മളത് സ്പെൻഡ് ചെയ്തിട്ട് അവിടെ താമസിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം രൂപ ഇവിടെ കിട്ടുന്നു, നമുക്കൊരു 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് ഇവിടെ ഒരു ഊണ് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ കൺവേർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സത്യത്തിൽ നമ്മൾ ഒരു തരത്തിലും ഗെയിൻ ചെയ്യുന്നില്ല. നമ്മളെ നാട് മിസ് ചെയ്യുന്നു. വെരി ഹൈ 40-45% average taxation in UK. Yes. So ultimately you are not gaining something, nothing, absolutely zero gain. സോ നമ്മൾ ഈ നമ്മുടെ ഒരു ജെൻസി അല്ലേ, നിങ്ങളുടെ ഒരു ജനറേഷനെ പറയുന്നത് ജെൻസി, ആ ഒരു കാറ്റഗറിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അല്ല, ഒരു മിനിറ്റ്. ഈ അമേരിക്കയിൽ ഇപ്പോൾ അവരുടെ ഒരു ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നേരെ സാലറിയിൽ നിന്ന് 30-35% ഇൻകം ടാക്സ് ആയിട്ട് കട്ട് ചെയ്യും. മിനിമം 15% എങ്കിലും അവർക്ക് ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് ഇല്ലാതെ പുറത്തേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല ആ രാജ്യങ്ങളിൽ. അതുപോലെയാണ് അവരുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് 50-55% നേരെ തന്നെ നമ്മുടെ ഇൻകത്തിൽ നിന്ന് പോവുകയാണ്. പക്ഷെ നമ്മൾ കേരളം എടുക്കുക, നമ്മൾ ആവറേജ് ഒരു കേരള സമൂഹത്തിൽ ഒരു പ്രത്യേകിച്ച് തേർഡ് വേൾഡ് കൺട്രീസിൽ G20 കൺട്രീസിൽ കണക്കുകൾ പ്രകാരം ആവറേജ് മാൻ നികുതിയായിട്ട് കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള നികുതികളുണ്ട്. ഇൻകം ടാക്സ് ആവട്ടെ, സെയിൽസ് GST ആവട്ടെ, എല്ലാ തരത്തിലും ഭൂനികുതി എല്ലാം കൂടി ആവറേജ് 20% താഴെയാണ്. അവിടെ അതേ സമയത്ത് ആവറേജ് ഈസ് എബോവ് 50%. ഇനി വേറൊരു മാഡം പറഞ്ഞൊരു എക്സാമ്പിൾ, എൻ്റെ ഒരു കസിൻ UK വർക്ക് ചെയ്യുന്നു. ആ പുള്ളിക്കാരത്തേക്ക് പല്ലിന് വേദന വന്നിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ 6 മാസം വേണമെന്ന് പറഞ്ഞു. നേഴ്സാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. അവർ ലീവ് എടുത്ത് കേരളത്തിൽ വന്നു, 1 മാസം ട്രീറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി ഒരു 15,000-20,000 സ്പെൻഡ് ചെയ്തു, തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് ചെറിയൊരു അഡീഷൻ ചെയ്യുക. ഇപ്പം നേരത്തെ പുറത്തെ ഹോസ്പിറ്റൽസിൻ്റെ കേസുമുണ്ട്. അത് കൂടുതലും എനിക്ക് തോന്നുന്നത് വെൽഫെയർ സിസ്റ്റം, ഇപ്പം നോർവേ, ഡെൻമാർക്കൊക്കെ വെൽഫെയർ സിസ്റ്റം, അവിടെയാണ് ഈ 45-50% ടാക്സ് മേടിച്ചിട്ട് നമുക്ക് ഫ്രീ ഹെൽത്ത് കെയർ തരുന്നു. പക്ഷേ അതിൻ്റെ നെഗറ്റീവാണ് നമ്മൾ പറയുന്നില്ല. പക്ഷേ സാറിപ്പോൾ പറഞ്ഞത് കൂടാതെ സ്ട്രെയിറ്റ് ആയിട്ട് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ സൈസബിൾ എമൗണ്ട് റിഡക്ഷൻ ജർമ്മനിയിലൊക്കെ അത് ഭയങ്കര ഫ്രീ ആണെന്ന് ഞാൻ കേട്ടു. ഫ്രീ അല്ലെന്ന് ടാക്സ് എടുത്തിട്ടാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ, അമേരിക്കയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത്. അത് ഫ്രീ അല്ല, തെറ്റാണത്. ഞാൻ പറഞ്ഞുതരാം, തെറ്റാണ്. മന്ത്ലി കളക്ട് ചെയ്യും അവിടെ അങ്ങനല്ല, അവിടെ സിസ്റ്റം അങ്ങനല്ല. നമ്മൾ ഫ്രീ എന്ന് പറയുമ്പോൾ ടാക്സ് കൊടുക്കുന്നു, ശരിയാണ്, നമുക്ക് ഈ പറഞ്ഞതൊക്കെ തരുന്നു. പക്ഷേ ഒരു ഡോക്ടറെ കാണാനൊരു ഫാമിലി ഫിസിഷ്യനെ നമ്മൾ കണ്ടിട്ട് മാഡം പറഞ്ഞതുപോലെ എനിക്കൊരു MRIയോ എനിക്കൊരു മാമോഗ്രാമോ എനിക്ക് എന്തെങ്കിലും സ്കാൻ വേണമെങ്കിൽ 6 മാസം വെയിറ്റ് ചെയ്യണം. ഇത് അപ്പോൾ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടെ നമ്മളതാണോ? ഇവിടെ നമ്മുടെ സർക്കാർ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് സ്റ്റുഡൻസിലേക്ക് കുറച്ച് കൂടുതലായിട്ട് പോവാം.